ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പവിത്രത്തിൽ വേദ വിക്രത്തിനോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈശ ഡോക്ടറുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഡോക്ടറോട്, നീ തിരക്കിലാണോ? തിരക്കിലാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് വിക്രത്തിൻ്റെ എന്നോട് സംസാരിക്കാനാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈശ പറയുന്നുണ്ടോ, തിരക്കിലാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ നീ ഉദ്ദേശിക്കണേന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. നീ തിരക്കിലാണെങ്കിൽ നിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈശ പറയും, തിരക്കിലാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല, നീ വിളിക്ക്, ഞാൻ കൊടുക്കാം, അവന് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക്, ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദ ഫോൺ വെച്ച ശേഷം ഈശ നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞു കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഇനി വിക്രം പറയാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാത്തൊരു ഇഷ്ടമാണെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ഈശ വിക്രത്തിനോട് പറയാം കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, അവൾക്ക് എന്നോടുള്ള ഇഷ്ടം പലവട്ടം ഞാൻ അവളുടെ കണ്ണിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ അവൾക്കും എന്നോട്, അവളെ ഞാൻ സ്നേഹിക്കുന്നത് അവളും പലവട്ടം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഇഷ്ടം തുറന്ന് പറയാത്തതാണെന്നൊക്കെ വിക്രം ഇങ്ങനെ ഈശയോട് പറയാണ് കേട്ടോ. എന്തായാലും വിക്രത്തിൻ്റെ ഓടുള്ള തുറന്നു പറച്ചിലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വേദയുടെ കോള് വരും. അപ്പോൾ അങ്ങനെ വിക്രമും വേദയും കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ വേദ നേരെ തന്നെ നമ്മുടെ ദീപ്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ വിക്രമല്ല അത് ചെയ്തത്, ഇതിന് പിന്നിലൊക്കെ ഒരാളുണ്ട്, അത് കണ്ടുപിടിക്കണമെങ്കിൽ നീൻ്റെ സഹായം കൂടി എനിക്ക് ആവശ്യമാണെന്നൊക്കെ ഇങ്ങനെ ദീപ്തിയോട് പറയണം. അതിന് വിക്രം ഇവിടെ വരണം എന്നുള്ള കാര്യമൊക്കെ ദീപ്തിയോട് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.